റിപ്പബ്ലിക് ദിനത്തിലെ പരേഡ് വാഹന വിവാദത്തിൽ ന്യായീകരണവുമായി മന്ത്രി മുഹമ്മദ് റിയാസ് പരിപാടിക്ക് എത്തുമ്പോൾ വാഹനത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാനാകില്ലെന്ന് മന്ത്രി പ്രതികരിച്ചു. അഭിവാദ്യം സ്വീകരിക്കാനായി സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ RC ബുക്ക് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം മന്ത്രിക്കില്ല എന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. വിവരങ്ങളുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, ഇന്നലെ കോഴിക്കോട് വെസ്റ്റ് ഹില്ല് വിക്രം മൈതാനിയിൽ നടന്ന ഈ റിപ്പബ്ലിക് ദിന പരേഡ് അഭിവാദ്യം സ്വീകരിക്കുന്ന ചടങ്ങിലാണ് കോഴിക്കോട് തന്നെ മാവൂരിലുള്ള കൈരളി കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഉടമ വിപിൻ ദാസിൻ്റെ വാഹനം മന്ത്രി മുഹമ്മദ് റിയാസ് ഈ അഭിവാദ്യം സ്വീകരിക്കാൻ ഉപയോഗിച്ചത്. ഇതിനെതിരെ വ്യാപകമായ വിമർശനങ്ങളാണ് ഉയരുന്നത്. ഇതിൽ പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ടില്ല എങ്കിലും പൊതുമരാമത്ത് മന്ത്രി ഒരു കരാറുകാരൻ്റെ വാഹനം ഉപയോഗിച്ചതിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഏത് തരത്തിൽ വിശദീകരണവുമായി ന്യായീകരണവുമായാണ് മന്ത്രി തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്? സുരേഷ, മന്ത്രി ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് പോലീസിനെയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തെയും പരിചാരിക്കൊണ്ടാണ് മന്ത്രി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് മന്ത്രി പറഞ്ഞ ഇപ്രകാരമാണ്: തനിക്ക് ഈ ഒരു വാഹനത്തിൽ കയറുമ്പോൾ RC ബുക്ക് പരിശോധിക്കുവാനോ അല്ലെങ്കിൽ ഈ വാഹനത്തിന്റെ ആധികാരികത അറിയുവാനോ കഴിയില്ല. ഇതൊക്കെ മറ്റുള്ളവർ പടച്ചുണ്ടാക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു വിവാദങ്ങൾ പാടില്ല എന്ന തരത്തിലുള്ള മറുപടിയാണ് ആ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് കൃത്യമായി തന്നെ തന്റെ ഭാഗത്തു നിന്നും തെറ്റുകൾ ഒഴിവാക്കി അത് ജില്ലാ ഭരണകൂടത്തിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് മന്ത്രി നടത്തുന്നത്. നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സമയത്ത് ചിലപ്പോൾ മന്ത്രിക്ക് കൃത്യമായി കാര്യങ്ങൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ആ വാഹനത്തെ പറ്റി അറിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഇത്ര നേരമായിട്ടും അല്ലെങ്കിൽ വിവാദമായിട്ടും ജനങ്ങളുടെ മുൻപിൽ സംസാര വിഷയമായിട്ടും അതേക്കുറിച്ചൊന്ന് അന്വേഷിക്കുവാനോ അല്ലെങ്കിൽ അതേക്കുറിച്ച് സംസാരിക്കുവാനോ മന്ത്രി ഇതുവരെയും തയ്യാറാവാതിരുന്നതാണ് ഏറ്റവും വലിയ കുറ്റകൃത്യം. അതായത് സ്വാഭാവികമായിട്ടും തുറന്ന വാഹനത്തിലാണ് മന്ത്രി അടക്കമുള്ള ഇത്തരത്തിൽ അഭിവാദ്യം സ്വീകരിക്കുക. പക്ഷേ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അത്തരത്തിലല്ല. സ്വകാര്യ വാഹനത്തിലാണ് മന്ത്രി വരുന്നത് നമ്മൾ കണ്ടത്. ഈ വാഹനത്തിന്റെ നമ്പറും അതുപോലെ തന്നെ വാഹനത്തിന്റെ പേരും അടക്കമുള്ളത് അതിലുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മറച്ചുകൊണ്ട് ദേശീയ പതാക ഉപയോഗിച്ച് മറച്ച രീതിയിലായിരുന്നു വാഹനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്തുള്ള പോലീസുകാരോ അല്ലെങ്കിൽ ജില്ലാ അധികാരികളോ ഇത് കൃത്യമായി തന്നെ വീക്ഷിക്കേണ്ടതായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു വീക്ഷണമോ അല്ലെങ്കിൽ ആ തരത്തിൽ വാഹനത്തിൽ ഒരു പരിശോധന ഉണ്ടായിട്ടില്ല. മാത്രമല്ല തീർച്ചയായും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ്. അവിടേക്കാണ് ഈ ഒരു സ്വകാര്യ വാഹനം കടന്നു വന്നിട്ടുള്ളത്. അതായത് പൊതുമരാമത്ത് വകുപ്പിന്റെ തന്നെ ആൾക്കാർ എന്ന നിലയ്ക്ക് ആ ഒരു തരത്തിലുള്ള ഒരു വാഹനം തന്നെയാണ് അങ്ങോട്ട് വന്നത്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ വരുമ്പോഴാണ് എങ്ങനെയാണ് ഈ ഒരു തരത്തിലുള്ള ഒരു വീഴ്ച പോലീസിന് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും പിന്നീട് മന്ത്രി ഇതേക്കുറിച്ച് എന്തുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാത്തത്? ഈ വാഹനത്തിന്റെ ഉടമ ആരാണെന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ വാഹനത്തെ കുറിച്ച് അന്വേഷിക്കുവാനോ മന്ത്രി തയ്യാറാകാത്തതാണ് വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾക്ക് കാരണമായത്. മന്ത്രി പറഞ്ഞത് ഇതാണ്: തനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കേണ്ടതില്ല, ഇത് നോക്കേണ്ടത് പോലീസും അതുപോലെ തന്നെ ജില്ലാ ഭരണാധികാരികളും അല്ലെങ്കിൽ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുമാണെന്നാണ് മന്ത്രി ഇന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചു എന്നായിരുന്നു പോലീസും തന്നോട് പറഞ്ഞു തരുന്നത് എന്നായിരുന്നു മന്ത്രി പറഞ്ഞത്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ആ ഒരു സമയത്ത് മന്ത്രിക്ക് ഈ കാര്യങ്ങൾ നോക്കാൻ കഴിയില്ലെങ്കിലും അല്ലെങ്കിൽ ഈ വാഹനത്തിന്റെ ആധികാരികത നോക്കാൻ കഴിയില്ലെങ്കിലും പിന്നീട് അത് നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം മന്ത്രിക്കുണ്ട്. അതായത് ഇത്രത്തോളം ഈ വിവാദമാകുന്ന ഇടയിൽ ഇങ്ങനെയൊരു സ്വകാര്യ വാഹനം ഇറക്കുന്നതിനിടയിൽ അഭിവാദ്യം സ്വീകരിക്കാൻ ഒരു സ്വകാര്യ വാഹനത്തിന് മുകളിൽ കയറുക എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷവും മന്ത്രി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. അല്ലെങ്കിൽ അത് തന്നെയാണ് അർജുൻ. ഇന്നലെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വിവാദങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ തന്നെ പൊതുവെ ഉയർന്നു വന്ന ഒരു വാദഗതിയെ ഈ മന്ത്രി ഉപയോഗിച്ച വാഹനം ഏതെന്ന മന്ത്രിക്ക് ആ സമയത്ത് പരിശോധിക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പേരടക്കം ദേശീയ പതാക ഉപയോഗിച്ച് മറച്ചുവെച്ച രീതിയിലായിരുന്നു. ഒപ്പം സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് എയർ ക്യാമ്പിലെ അസിസ്റ്റന്റ് കമാൻഡർക്കാണ് ഇതിനുള്ള ചുമതല. പക്ഷേ പോലീസിന് വാഹനം സമയത്ത് ലഭ്യമായിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു വാഹനം ഉപയോഗിച്ചതെന്ന്. പക്ഷേ പിന്നീട് ഇതേക്കുറിച്ച് പ്രതികരിക്കാനോ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്താനോ മന്ത്രി തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ വസ്തുത. അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്, സമയം കണ്ടെത്തുകയാണ് മന്ത്രി ചെയ്യുന്നത്, അല്ലേ?
തീർച്ചയായും സുരേഷ്, അതാണ് ഞാനും പറഞ്ഞു വന്നത്. അതായത് കഴിഞ്ഞ ദിവസം തന്നെ കമ്മീഷണർ പറഞ്ഞൊരു തങ്ങൾക്ക് വാഹനങ്ങളില്ല. ഇതാണ് നമുക്ക് മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമായി തോന്നുന്നത്. അതായത് പോലീസിന്റെ കയ്യിൽ വാഹനമില്ല എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമല്ല. ഈ റിപ്പബ്ലിക് ഡേക്കോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിനോ അടക്കമുള്ള സമയത്ത് ഈ അഭിവാദ്യം സ്വീകരിക്കുക എന്നത് ഇന്നും ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല. സ്വാതന്ത്ര്യം കിട്ടി അതിനുശേഷം സ്ഥിരമായി നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോഴും ഇപ്പോഴും ആ കാര്യത്തെപ്പറ്റി ഒരു വ്യവസ്ഥ കൃത്യമായി ഇല്ലെങ്കിൽ എന്ത് പണിയാണ് ഇവിടെ പോലീസ് ചെയ്യുന്നതെന്നാണ് നാട്ടുകാർ അടക്കമുള്ളവരുടെ ചോദ്യം. അതായത് അത്തരത്തിലുള്ള ഒരു ന്യായീകരണം ഒരിക്കലും വില പോകില്ല. അതായത് തങ്ങളുടെ കയ്യിൽ വാഹനമില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു അഭിപ്രായം പോലീസ് പറയുകയുണ്ടായി. പക്ഷെ അതൊന്നും നമുക്ക് സാധൂകരിക്കാൻ കഴിയുന്നതല്ല, അല്ലെങ്കിൽ തന്നെ പോലീസിനെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു മറുപടിയല്ല അത്. അതായത് ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമല്ല. ഇതിനു മുമ്പും ഇത്തരത്തിൽ തന്നെയാണ്, തുറന്ന വാഹനത്തിൽ തന്നെയാണ് മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിച്ചിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ അടുത്തും പോലീസിന്റെ അടുത്തും കൃത്യമായിട്ടുള്ള ഒരു വീഴ്ച വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് സ്വകാര്യ വ്യക്തിയുടെ ഒരു വാഹനം കൊണ്ടുവരുന്നു. ഇത് ഇന്നു മാത്രമല്ല, ഇതിനു മുൻപും CPM കാരുടെ അടുത്തിൽ നിന്നും മറ്റൊരു വാഹനത്തിൽ കടന്നു പോകുന്നതും ജാഥയ്ക്കടക്കം മറ്റു വാഹനങ്ങൾ ഉപയോഗിക്കുന്നതുമായ വാർത്തകൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ പുറത്തുവിട്ടിരുന്നു, അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. അന്നൊക്കെ തന്നെയും പല രീതിയിലുള്ള ഒരു ന്യായീകരണം ഉപയോഗിച്ചായിരുന്നു അവർ അതിനെല്ലാം പ്രതിരോധിച്ചത്. ഇത്തവണയും എത്തരത്തിൽ എങ്ങനെയാണ് ഇവർ പ്രതികരിക്കുക എന്നുള്ളതാണ് ജനം നോക്കി നിൽക്കുന്നത്. പക്ഷേ മന്ത്രിയുടെ ഭാഗത്ത് നിന്നും യാതൊരുവിധ പ്രതികരണവും തന്റെ ഭാഗത്ത് നിന്നും സംഭവിച്ചത് തെറ്റാണെന്ന് കൂടി മന്ത്രി പറയുന്നില്ല. അതായത് എല്ലാം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് ജില്ലാ ഭരണകൂട വകുപ്പിന്റെയും അല്ലെങ്കിൽ പോലീസിന്റെയും തലയിൽ കെട്ടിവെച്ചുകൊണ്ട് താനൊന്നും പറഞ്ഞില്ല രാമനാരായണ എന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് നടത്തിയിരിക്കുന്നത്. മന്ത്രി എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിന് ഇത് അന്വേഷിക്കേണ്ട ചുമതലയുണ്ട്. അതായത് എത്തരത്തിലാണ് ഈ വാഹനം അവിടെ വന്നത്, ആരാണ് ആ വാഹനം കൊണ്ടുവരുവാൻ നിർബന്ധിച്ചത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് മന്ത്രിയാണ്. എന്തിനാൽ തന്നെയും അത്തരത്തിലുള്ള ഒരു അന്വേഷണവും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. മാത്രമല്ല ഇത്രയും സുരക്ഷ കേന്ദ്രീകരിച്ച് നടത്തേണ്ട, സുരക്ഷ വേണ്ട സ്ഥലത്താണ് ഇങ്ങനെയൊരു പ്രൈവറ്റ് വാഹനം അല്ലെങ്കിൽ ഒരു സ്വകാര്യ വാഹനം വരുന്നത്. മന്ത്രിയുടെ അഭിവാദ്യം സ്വീകരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദേശീയ പതാകയെ വലിയ രീതിയിൽ അംഗീകരിച്ചുകൊണ്ട് ആ ദേശീയ പതാകയെ നെഞ്ചിലേറ്റിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു വാഹനവുമായി പോലീസും ജില്ലാ ഭരണകൂടവും മുന്നോട്ട് വരുന്നത്. യാതൊരുവിധ മുന്നൊരുക്കങ്ങളും കൂടാതെ ഇതിലേക്ക് മന്ത്രി കയറുകയും, എന്നാൽ ആ ഒരു സമയത്ത് ചിലപ്പോൾ മന്ത്രിക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടാവില്ല, അല്ലെങ്കിൽ വാഹനത്തെക്കുറിച്ച് അറിവുണ്ടാവില്ല. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഇത്രത്തോളം വിവാദമായിരിക്കുമ്പോൾ ആ മന്ത്രി എന്തുകൊണ്ട് ഇത് പരിശോധിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പിന്നെയും എന്തിനീ ഒരു ന്യായീകരണ ശ്രമം, അത് തന്നെയാണ് ചില ചോദ്യങ്ങൾ ഉയർത്തുന്നത്.